അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വജുനൂദിഹി വജമീഇ മശായിഖിനൽ അസ്ഹരിയത്തി ശാലിയാത്തിയ്യ വറദ്വിയ്യ വജമീഇൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. മനസ്സിൻ്റെ രോഗങ്ങൾ, ബാത്തിനിയായ രോഗങ്ങൾ, അതിൽ മൂന്നാമത്തത് ഹസദ്, അസൂയ വെക്കുക. അസൂയ എന്ന് പറയുന്നത്, ഹസദ് എന്ന് പറയുന്നത്, ആർക്കെങ്കിലും ഒരു ദീനിയായ നിഅമത്ത് അല്ലെങ്കിൽ ദുനിയാവിയായ നിഅമത്ത് ലഭിച്ചെങ്കിൽ അത് ഇല്ലാതെയാകാൻ ആഗ്രഹിക്കുക, പിന്നെ ഇഷ്ടപ്പെടുക, അദ്ദേഹത്തിൽ നിന്ന് ആ നിഅമത്ത് ഇല്ലാതായി പോകണം, ആ നിഅമത്ത് അദ്ദേഹത്തിന് കിട്ടാൻ പാടില്ല എന്നൊക്കെ ചിന്തിക്കുക. അതാണ് ഹസദ്. ബഹുമാനപ്പെട്ട ഗസാലി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി ഇഹ്യാ ഉലൂമുദ്ദീനിലൊക്കെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല മിഫ്താഹുൽ ഫലാഹ് തുടങ്ങിയ ഗ്രന്ഥങ്ങളിലൊക്കെ അൽ ഹസദു വഹുവ ഇറാദത്തു സവാലി നിഅമത്തില്ലാഹി തആല അൻ അഹദിൻ മിമ്മാ ലഹു ഫീഹി സ്വലാഹുൻ ദീനിയ്യുൻ ഔ ദുനിയവിയ്യുൻ എന്നൊക്കെ, സ്വലാഹുദ്ദീനിൻ ഔ ദുനിയവിയ്യൻ എന്നൊക്കെ വിശദമായി മിഫ്താഹുൽ ഫലാഹ് 6-7 പേജുകളിലൊക്കെ വിശദമായി പറഞ്ഞത് കാണാം. ഏതായാലും പരിശുദ്ധ ഖുർആൻ സൂറത്തുൻ നിസാ 54-ാമത്തെ ആയത്ത്, അം യഹ്സുദൂനന്നാസ അലാ മാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലിഹി ഫഖദ് ആതൈനാ ആല ഇബ്രാഹീമ അൽ കിതാബ വൽ ഹിക്മത വ ആതൈനാഹും മുൽക്കൻ അദീമ. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ജനങ്ങളോട് അസൂയ വെക്കുക. അസൂയ വെക്കുന്നവർ അല്ലാഹു സുബ്ഹാനഹു തആല അവർക്ക് നൽകിയ ആ പോരിശകളും അവർക്ക് നൽകിയ ഫദ്ല്, അത് കാരണം അവരോട് അസൂയ വെക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല, അസൂയ വെക്കുന്നവർ എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, തീർച്ചയായും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മിനിക്ക് നമ്മൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ സന്താനങ്ങൾക്ക് നമ്മൾ പരിശുദ്ധ ഗ്രന്ഥവും ഹിക്മത്തും നൽകിയിട്ടുണ്ട്, അവർക്ക് വണ്ണമായ അധികാരം നൽകിയിട്ടുണ്ട് എന്നും പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. ഏതായാലും ഈ ആയത്തിൽ അം യഹ്സുദൂനന്നാസ അലാ മാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലിഹി, അള്ളാഹു അവൻ്റെ മഹളായ ഫദ്ല് കൊണ്ട് കൊടുത്ത നിഅമത്തുകൾക്ക്, ആ നിഅമത്തുകളുടെ മേൽ ജനങ്ങളോട് അസൂയ വെക്കുന്ന ആളുകളുണ്ട് എന്ന് സൂറത്തുൻ നിസാ 54-ാമത്തെ ആയത്തിൽ പറയുകയാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഹദീസ്, ഇയ്യാകുമുൽ ഹസദ ഫൈനൽ ഹസദ യഅകുലുൽ ഹസനാതി എന്നൊക്കെ പറഞ്ഞ ഹദീസ്, കമാ തഅകുലുൽ ഹതബു അന്നാറ കമാ തഅകുലുൻ നാറു അൽ ഹതബ, അറിയപ്പെട്ട ഹദീസ്. ഇമാം അബൂദാവൂദ് തങ്ങൾ കിതാബുൽ അദബ് ബാബും ഫിൽ ഹസദ് 4903-ാമത്തെ ഹദീസ് ഷരീഫ്. ഹസദെ തൊട്ട് നിങ്ങൾ ദൂരത്താകണം, തീർച്ചയായും ഹസദ് നന്മകളെ അത് ഭക്ഷിക്കുന്നു, നന്മകളെ തിന്നും. ഏതുപോലെ തീയ് ഉണങ്ങിയ വെറുകുകളെ എല്ലാം ഭക്ഷിക്കുന്നത് പോലെ നന്മകളെ അസൂയ ഭക്ഷിക്കും. അതായത് ഹസദ് കാരണം, അസൂയ കാരണം നന്മകളൊക്കെ ഇല്ലാതെയായി പോകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസ് ഷരീഫ്. അതുകൊണ്ട് നമ്മുടെ ഇഷ്ടാനുസരണം ഉദ്ദേശത്തോടുകൂടെ നമ്മുടെ മനസ്സിൽ അസദ് ഓർമ്മ വന്നാൽ, അസദിൻ്റെ ചിന്തകൾ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൽ പ്രവർത്തിക്കുക, അല്ലെങ്കിൽ നമ്മുടെ അവയവങ്ങളിൽ നിന്ന് ചിലതിൽ അത് വെളിവാകുക, ഇതെല്ലാം കഠിന ഹറാമാണ്, നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന പ്രവർത്തനങ്ങളാണ്. ബഹുമാനപ്പെട്ട ഇമാം അബ്ദുൽ ഖനി നാബുലുസി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ അൽ ഹദീഖത്തുൻ നദിയ്യ 15-ാമത്തെ സ്വഭാവം എന്ന് 1-ാം വാല്യം 601-ാമത്തെ പേജിൽ അത് വിശദമായി പറഞ്ഞത് കാണാം. അസൂയയുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രം ബഹുമാനപ്പെട്ട ജമാലുദ്ദീൻ ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഉയൂനുൽ ഹികായാത്ത് എന്ന് പറയുന്ന മഹത്തായ ഗ്രന്ഥത്തിൽ വലിയ ഒരു ചരിത്രം രേഖപ്പെടുത്തിയതായി കാണാം. ബഹുമാനപ്പെട്ട ജമാലുദ്ദീൻ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി നമ്മൾ സാധാരണ ഉസ്താദുമാരിൽ നിന്നും മശായിഖുകളിൽ നിന്നൊക്കെ കേൾക്കുന്ന, നമ്മുടെ മഹത്തുക്കളൊക്കെ നമ്മെ നസീഹത്ത് ചെയ്യുമ്പോൾ പറയുന്ന ഒരു ഉപദേശമാണല്ലോ. ഒരു ആള് രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് വന്നു. എന്നിട്ട് രാജാവിനോട്, എനിക്ക് സംസാരിക്കാൻ, എനിക്കൊന്ന് നിങ്ങളുടെ മുമ്പിൽ പ്രധാനപ്പെട്ട ഒരു വാക്ക് പറയാൻ സമ്മതം തരണം എന്ന് പറഞ്ഞു. രാജാവ് സമ്മതം കൊടുക്കുകയും അങ്ങനെ രാജാവിന് മുമ്പിൽ ഒരു കസാല, ആ കസാലയിൽ ഇരിക്കാൻ വേണ്ടി കൽപ്പിക്കുകയും നിങ്ങൾക്ക് എന്താണ് പറയേണ്ടത് പറയുക എന്ന് രാജാവ് പറഞ്ഞപ്പോൾ
ആ മനുഷ്യൻ പറഞ്ഞത് മുഹ്സിൻ, അതായത് ഇഹ്സാന് ചെയ്യുന്ന ആള്, ഗുണം ചെയ്യുന്ന ആളുകളോട് നിങ്ങൾ ഗുണം ചെയ്യണം. ഇഹ്സാന് ചെയ്യുന്നവരോട് നിങ്ങൾ ഇഹ്സാൻ ചെയ്യണം, ഗുണം ചെയ്യുന്നവരോട് നിങ്ങൾ ഗുണം ചെയ്യണം. അതേ സ്ഥാനത്ത് തിന്മ ചെയ്യുന്നവർക്ക് അതിൻ്റെ പ്രതിഫലം അവർക്ക് സ്വന്തമായി ലഭിക്കും എന്ന് ആ ഒരാൾ വന്നിട്ട് രാജാവിൻ്റെ കൊട്ടാരത്തിൽ കസാരയിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞപ്പോൾ രാജാവ് ഇത് കേട്ടപ്പോൾ വലിയ സന്തോഷമായി. എന്നിട്ട് വലിയ സമ്മാനമൊക്കെ കൊടുത്തു. ഇത് കണ്ടപ്പോൾ കൊട്ടാരത്തിലുള്ള മറ്റു ചില ആളുകളിൽ ഒരാൾക്ക് ഇദ്ദേഹത്തോട് അസൂയ വന്നു. എന്നിട്ട് മനസ്സിൽ ഈ ഒരു സാധാരണ ഒരു മനുഷ്യൻ വന്നിട്ട് രാജാവിൻ്റെ മുമ്പിൽ ഇത്രമാത്രം ബഹുമതിയും ഇസ്സത്തും അദ്ദേഹത്തിന് കിട്ടിയല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് ഇദ്ദേഹം അസൂയയുടെ ആ രോഗത്തിൽ നിർബന്ധിതനായി രാജാവിൻ്റെ അടുക്കൽ വരികയാണ്. എന്നിട്ട് പറഞ്ഞു, രാജാവേ, നിങ്ങൾ ഇപ്പോൾ സമ്മാനം കൊടുത്ത ആളുണ്ടല്ലോ, അയാള് നിങ്ങൾ വലിയൊരു വെൽക്കമാക്കി, അയാളെ സ്വാഗതമാക്കി ഒക്കെ ശരിയാണ്. പക്ഷേ അദ്ദേഹം നിങ്ങളെ മുമ്പിൽ സംസാരിക്കുമ്പോൾ നല്ല നിലക്ക് സംസാരിച്ചെങ്കിലും അദ്ദേഹം നിങ്ങളോട് ഭയങ്കര ദേഷ്യം വെക്കുന്ന ആളാണ്. എത്രമാത്രം അദ്ദേഹം നിങ്ങളെക്കുറിച്ച് പറയുന്നത്, നിങ്ങളെ വായയിൽ നിന്ന് ദുർഗന്ധം അടിച്ചു വീശാറുണ്ട്. രാജാവിനിക്ക് വായിൽ ദുർഗന്ധം വരുന്നവർ രോഗമുണ്ട് എന്ന് നിങ്ങളെക്കുറിച്ച് അയാൾ പറയാറുണ്ട് എന്ന് ഇദ്ദേഹം പറയുകയാണ്. ഹാസിദ്, അസൂയ വെച്ച ആള് ആ വന്ന് നല്ല ഒരു കലിമത്ത് പറഞ്ഞ, നല്ലൊരു ഉപദേശം പറഞ്ഞ ആളെ സംബന്ധിച്ച് അസൂയ വെച്ചിട്ട് പറയുമ്പോൾ രാജാവ് ഇത് കേട്ടപ്പോൾ പറഞ്ഞു, നിങ്ങൾ പറയുന്നത് ശരിയാണോ? ആ സമയത്ത് ഇദ്ദേഹം പറഞ്ഞു, അതെ, ഇത് ഉറപ്പാണ്, നിങ്ങൾ മാണങ്ങ പരിശോധിച്ച് നോക്കി. അദ്ദേഹം നിങ്ങൾ അടുക്കലേക്ക് വരുമ്പോൾ മൂക്ക് പൊത്തിക്കൊണ്ടാണ് സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞു. ആ സമയത്ത് രാജാവ് പറഞ്ഞു, ഞാനിതൊന്ന് തഹ്കീക്ക് ചെയ്യട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനമെടുക്കാം എന്ന് പറഞ്ഞു. ഈ ഹാസിദ്, അസൂയ വെക്കുന്ന ആള് രാജാവിൻ്റെ കൊട്ടാരത്തിൽ ഇത് സംസാരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് പോയി. എന്നിട്ട് അദ്ദേഹത്തിലേക്ക് ഭക്ഷണത്തിന് ദഅവത്ത് വിളിച്ച്, എന്നിട്ട് ഭക്ഷണത്തിൽ നല്ലോണം വെള്ളുള്ളി ഉപയോഗിച്ചിട്ട് നല്ല വെള്ളിയുടെ വാസന അടിച്ചു വീശുന്ന വിധത്തിലുള്ള ഭക്ഷണം അദ്ദേഹത്തിലേക്ക് കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് ഇദ്ദേഹം വീട്ടിലേക്ക് വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ രാജാവിൻ്റെ ആള് വന്നിട്ട് വിളിക്കാമെന്ന്, രാജാവിൻ്റെ ഖാദിമ്, അവിടുത്തെ ഖാസിദ് വിളിക്കാൻ വന്നു. ഇദ്ദേഹം പോയപ്പോൾ രാജാവിൻ്റെ അടുക്കൽ ഇദ്ദേഹത്തിനെ ഇരുത്തിക്കൊണ്ട് ഇന്നലെ പറഞ്ഞ കലിമത്തുകൾ അതന്നെ നിങ്ങൾ ഒന്നും കൂടി പറയണം, നേരത്തെ മുമ്പ് പറഞ്ഞ കലിമത്തുകൾ അത് ഒന്നും കൂടി പറയണം, ഞാൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം വീണ്ടും പറഞ്ഞു, മുഹ്സിൻക്ക്, അതായത് ഇഹ്സാൻ ചെയ്യുന്ന ആളുകളോട് ഇഹ്സാൻ ചെയ്യുക, നന്മ ചെയ്യുന്നവരോട് നന്മ ചെയ്യുക, തിന്മ ചെയ്യുന്നവർക്ക് സ്വന്തമായി അതിൻ്റെ പ്രതിഫലം സ്വന്തമായി തന്നെ അവർക്കുണ്ടാകും എന്ന വാക്ക് കേട്ടതിന് ശേഷം നിങ്ങൾ അടുത്തു വരണം എന്ന് രാജാവ് പറഞ്ഞു. രാജാവ് അടുത്തു വരാൻ പറഞ്ഞപ്പോൾ ഇദ്ദേഹം ആ വെള്ളുള്ളിയുടെ ആ ദുർഗന്ധം രാജാവിനിക്ക് ഉണ്ടാകാൻ പാടില്ല, ആ വാസന വരാൻ പാടില്ല എന്ന് ഉദ്ദേശിച്ചുകൊണ്ട്, നന്മ ഉദ്ദേശിച്ചുകൊണ്ട് തൻ്റെ മൂക്ക് പൊത്തിക്കൊണ്ടാണ് രാജാവിൻ്റെ അടുത്ത് എത്തിപ്പോയത്. ആ സമയത്ത് രാജാവ് ചിന്തിച്ചു പോയി, അദ്ദേഹം പറഞ്ഞത് ശരിയാണല്ലോ, മറ്റേ ആള് പറഞ്ഞത് ശരിയാണല്ലോ. ഈ ചിന്ത അദ്ദേഹത്തിലേക്ക്, രാജാവിലേക്ക് വന്നുപോയി. എൻ്റെ വായിൽ ദുർഗന്ധം അടിച്ചു വീശുന്നുണ്ട്, എനിക്ക് അങ്ങനത്തെ രോഗമുണ്ട് എന്ന് ഇയാൾ പറഞ്ഞു എന്ന് മറ്റേ ആള് പറഞ്ഞത് ശരിയാണെന്ന് രാജാവിനിക്ക് തോന്നിപ്പോയി. രാജാവ് ഇദ്ദേഹത്തെ തെറ്റിദ്ധരിച്ചു. ഹാസിദിന്റെ കാരണം കൊണ്ട് ഇദ്ദേഹത്തിനെ തെറ്റിദ്ധരിച്ചു. എന്നിട്ട് അത് ഉറപ്പുവരുത്താതെ തന്നെ, തഹ്ഖീഖ് ചെയ്യാതെ തന്നെ തീരുമാനമെടുത്തു. എന്താ തീരുമാനം? ഇദ്ദേഹത്തിന് ശരിക്കൊന്ന് പാഠം പഠിപ്പിക്കണമെന്ന് തീരുമാനമെടുത്ത് ഒരു കത്ത് എഴുതുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഈ കത്ത് നിങ്ങൾ ഗവർണറുടെ കയ്യിൽ കൊടുക്കണം എന്ന് പറഞ്ഞു. സാധാരണ രാജാവ് ഒരു കത്ത് എഴുതിട്ട് ഗവർണറിലേക്ക് ഏൽപ്പിച്ച് കൊടുക്കാൻ വേണ്ടി പറഞ്ഞാൽ ഗവർണർ നല്ല ഒരു ഗിഫ്റ്റ്, നല്ല ഒരു സമ്മാനം കൊടുക്കുന്ന ഒരു പതിവുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഇത് കൊടുത്തപ്പോൾ ഈ കത്തെടുത്തിട്ട്, കത്തിലെന്താ എഴുതിയത് രാജാവ്? ഈ കത്തെടുത്ത് വരുന്ന ആളെ നിങ്ങൾ അറുത്തുകൊള്ളണം, അറുത്തിട്ട് അദ്ദേഹത്തിന്റെ മയ്യത്ത് എൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരണം എന്ന് രാജാവ് ശക്തമായ ഭാഷയിലാണ് കത്ത് എഴുതിയിട്ടുള്ളത്. എന്നിട്ട് ആ കത്തിൽ ശീലടിക്കുകയും ചെയ്തു. ഈ കത്തെടുത്തിട്ട് ഈ രാജാവ് ഈ വ്യക്തി ഗവർണർക്കലേക്ക് പോവുകയാണ്. വൈമധ്യത്തിൽ
ആ ഹാസിദായ മനുഷ്യൻ അസൂയ വെച്ച ആള് കാണുന്നു. എന്നിട്ട് പറഞ്ഞു, എവിടേക്കാ നിങ്ങൾ പോകുന്നത്? രാജാവിൻ്റെ അടുക്കൽ ഞാൻ കുറച്ച് കലിമത്തുകൾ പറഞ്ഞപ്പോൾ ആ രാജാവ് എനിക്ക് കത്ത് തന്നിട്ട് ഗവർണറുടെ അടുക്കൽ പോകാൻ പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് ഈ ഹാസിദ് അസൂയ വെച്ച ആള് പറഞ്ഞു, ആ കത്ത് എനിക്ക് തന്നാളെ, ഞാൻ ഗവർണർക്ക് ഏൽപ്പിച്ചോളാം എന്ന് ഈ മനുഷ്യൻ അത് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഈ കത്തെടുത്തിട്ട് ഈ ഹാസിദ് അസൂയ വെച്ച ആള് നേരെ ഗവർണറുടെ അടുക്കലേക്ക് പോവുകയാണ്. ഗവർണറുടെ അടുക്കൽ പോകുമ്പോൾ സുബ്ഹാന ജല്ല ജലാലുഹു അമ്മ നവാലുഹു, ഗവർണർ കത്ത് വായിച്ചു. ഈ കത്തിലുള്ള സംഗതി നിങ്ങൾക്ക് അറിയുമോ എന്ന് ചോദിച്ചു. ഇത് വല്ലാത്ത സന്തോഷത്തിലാണ് ഇയാൾ വരുന്നത്. വലിയ സന്തോഷത്തിൽ വരികയാണ്. എനിക്കിപ്പോ വല്ലാത്ത സമ്മാനം കിട്ടും, വലിയ ഗിഫ്റ്റുകൾ കിട്ടും എന്ന സന്തോഷത്തോടു കൂടി വരികയാണ്. അങ്ങനെ രാജാവിന്റെ അടുക്കലേക്ക് വരുമ്പോൾ, ഈ ഗവർണറുടെ അടുക്കൽ വരുമ്പോൾ ഗവർണർ ഇദ്ദേഹത്തോട് ചോദിക്കാണ്, ഈ കത്തിലുള്ള വിഷയം നിങ്ങൾക്ക് അറിയുമോ എന്ന് ചോദിച്ചപ്പോൾ ഈ ഹാസിദായ മനുഷ്യൻ പറഞ്ഞു, ഇല്ല. എന്താണ് ഈ കത്തിലുള്ളത്? രാജാവ് എഴുതിയിട്ടുള്ളത്, ഈ കത്തെടുത്ത് വരുന്ന ആളെ ശരിക്കും ഒന്ന് പാഠം പഠിപ്പിക്കണം, അറുത്തുകൊണ്ട് മയ്യത്ത് രാജാവിന്റെ മുമ്പിലേക്ക് കൊണ്ടുപോകണം, ശവത്തെ രാജാവിന്റെ മുമ്പിലേക്ക് കൊണ്ടുപോകണം എന്നാണ് ഈ കത്തിലുള്ളത് എന്ന് പറയുകയാണ്. അപ്പൊ കത്തിലുള്ള വിഷയം, യഥാർത്ഥ വിഷയം പറഞ്ഞപ്പോൾ, അതായത് ഈ കത്ത് കൊണ്ടുവരുന്ന ആള് അറുക്കപ്പെട്ട ആ ശരീരം, ആ മയ്യത്തിന്റെ ശരീരത്തിനെ എൻ്റെ അടുക്കൽ അയക്കണമെന്നാ പറഞ്ഞിട്ടുള്ളത്. ആ സമയത്ത് ഈ ഹാസിദായ അസൂയ വെച്ച മനുഷ്യൻ ഇതാ അത്ഭുതപ്പെട്ട് ബേജാറോടുകൂടെ പറയുകയാണ്, അത് എന്നെ സംബന്ധിച്ചല്ല, ഇത് മറ്റേ ആളെ സംബന്ധിച്ചാണ് ഉള്ളത്. അത് വേണമെങ്കിൽ രാജാവിൻ്റെ അടുത്ത് ആളയച്ച് നിങ്ങൾ ഉറപ്പ് വരുത്തുക എന്ന് പറയുമ്പോൾ ഗവർണർ പറയും, അതൊന്നും ശരിയല്ല, ഇതിൽ ഒപ്പ് ഇട്ടിട്ടുണ്ടല്ലോ, ഒപ്പിട്ട കത്താണ്, അതുകൊണ്ട് ഞമ്മക്കിനി രാജാവിനോട് വീണ്ടും ചോദിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുകയും എന്നിട്ട് അതിൻ്റെ ആളുകളൊക്കെ വിളിച്ചിട്ട് ഇദ്ദേഹത്തെ അറുത്തുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിനെ, അറുക്കപ്പെട്ട ശരീരത്തിനെ രാജാവിൻ്റെ അടുക്കലേക്ക് പറഞ്ഞയക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ നേരത്തെ അസൂയ വെക്കപ്പെട്ട മനുഷ്യൻ ഇതാ അദ്ദേഹത്തിൻ്റെ പതിവ് പ്രകാരം രാജാവിൻ്റെ അടുക്കൽ വരികയാണ്. രാജാവിൻ്റെ മുമ്പിൽ നിൽക്കുന്നത് നിന്നുകൊണ്ട് സാധാരണ പറയുന്ന വാക്ക് മുഹ്സിനോട് ഗുണം ചെയ്യണം, ഇഹ്സാന് ചെയ്യുന്ന മനുഷ്യനോട് ഗുണം ചെയ്യണം. എന്നിട്ട് അതിന്, അഥവാ തിന്മ ഉദ്ദേശിക്കുന്ന ആൾക്ക് അതിൻ്റെ തിന്മക്ക് പകരം അദ്ദേഹത്തിനക്ക് സ്വന്തമായി തന്നെ അദ്ദേഹം അനുഭവിക്കും എന്ന് വാക്ക് പറഞ്ഞപ്പോൾ രാജാവ് ഇദ്ദേഹത്തിനെ ശരിക്കും സലാമത്തോടെ കണ്ടപ്പോൾ കാരണം ചോദിച്ചു, നീ കത്ത് അദ്ദേഹത്തിന് കൊടുത്തില്ലേ? നിനക്ക് ഞാൻ കത്ത് തന്നിരുന്നല്ലോ, ആ കത്ത് എന്ത് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, ആ കത്തെടുത്തിട്ട് ഞാൻ ഗവർണർ അടുക്കലേക്ക് പോകുമ്പോൾ ഇന്നാലിന്ന മനുഷ്യൻ പറഞ്ഞു ആ കത്ത് ഞാൻ കൊണ്ടുകൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കയ്യിൽ നിന്ന് അദ്ദേഹം വാങ്ങിയിട്ട് അദ്ദേഹമാണ് കത്ത് കൊടുത്തത്. ആ സമയത്ത് രാജാവ് പറയുകയാണ്, നീ എന്നെ സംബന്ധിച്ച് വല്ലതും പറഞ്ഞിട്ടുണ്ടായിരുന്നോ? എൻ്റെ വായിൽ നിന്ന് ദുർഗന്ധം, മോശമായ വാസന ഉണ്ട് എന്ന് നീ എന്നെക്കുറിച്ച് ആ മനുഷ്യൻ നിന്നെക്കുറിച്ച് എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നീ അങ്ങനെ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നോ എന്ന് പറഞ്ഞപ്പോൾ ഈ മനുഷ്യൻ പറയാണ്, ഞാൻ ഒരിക്കലും രാജാവിനെ സംബന്ധിച്ച് അങ്ങനെ പറഞ്ഞിട്ടില്ല, ചിന്തിച്ചിട്ട് പോലും ഇല്ല. ആ സമയത്ത് രാജാവ് ചോദിച്ചു, എന്നാൽ എൻ്റെ അടുക്കൽ വന്ന സമയത്ത് നീ മുഖം മൂടിയിരുന്നല്ലോ, മുഖത്തിൽ കൈ വെച്ചിരുന്നത് എന്താണ് കാരണം? മൂക്ക് പൊത്തിയല്ലോ, എന്തിനാണ് കാരണം എന്ന് ചോദിച്ചപ്പോൾ ഇതാ ഈ മനുഷ്യൻ രാജാവിനോട് പറയാണ്, ആ മനുഷ്യൻ എന്നെ വീട്ടിലേക്ക് വിളിച്ചിട്ട് ഭക്ഷണം തന്നിരുന്നു, ആ ഭക്ഷണത്തിൽ വല്ലാതെ അദ്ദേഹം വെള്ളുള്ളിട്ടിരുന്നു, അതുകൊണ്ട് ഞാൻ വെള്ളുള്ളി ഉപയോഗിക്കപ്പെട്ട ഉള്ളിയും വെള്ളുള്ളിയെല്ലാമുള്ള ആ ഭക്ഷണം കഴിച്ചപ്പോൾ വായുള്ള ആ വാസന രാജാവിനിക്ക് ഉണ്ടാകാൻ പാടില്ല എന്ന നിലക്കാണ് ഞാൻ എൻ്റെ വായിൽ കൈ വെച്ചിരുന്നത് എന്ന് പറഞ്ഞപ്പോൾ രാജാവ് പറയാണ്, ഓ മനുഷ്യ, നീ വല്ല ഭാഗ്യമുള്ള മനുഷ്യനാണ്, നീ ശരിയാണ് പറഞ്ഞത്. ഗുണം ചെയ്യുന്നവർക്ക് ഗുണം ചെയ്യണം, തിന്മ ഉദ്ദേശിക്കുന്നവർക്ക് ആ തിന്മയിൽ തന്നെ അവൻ പെട്ടുപോകും, അവനക്ക് തന്നെ ആ നാശം സംഭവിക്കും എന്ന് പറഞ്ഞത് വളരെ ശരിയാണ്. ഒന്നും കൂടി നീ പറയുന്ന വാക്ക് പറയൂ എന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം ഒന്നും കൂടി പറയാണ്, മുഹ്സിനോട് ഇഹ്സാൻ ചെയ്യണം. കാരണം
താൻ കുഴിച്ച കൊയ്യിൽ അദ്ദേഹം തന്നെ വീണല്ലോ എന്നിലേക്ക് വിഷയം അറിഞ്ഞുകൊണ്ട് രാജാവ് ഒന്നും കൂടി പറഞ്ഞപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, മുഹ്സിനോട് കൂടെ നല്ല ഗുണം ചെയ്യണം. തിന്മ ഉദ്ദേശിക്കുന്ന ആള് അദ്ദേഹം സ്വന്തമായി പാഠം പഠിക്കും, ആ ശിക്ഷയിൽ സ്വന്തമായി ഉണ്ടാകും. താൻ കുഴിച്ച കൊയ്യിൽ അദ്ദേഹം തന്നെ വീണുപോയി എന്ന സംഭവം ഈ ചരിത്രത്തിൽ നിന്ന് മഹാന്മാരൊക്കെ രേഖപ്പെടുത്തി. ബഹുമാനപ്പെട്ട ജമാലുദ്ദീൻ ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഉയൂനുൽ ഹികായാത്തിന്റെ 1-ാം വാല്യം 299-ാമത്തെ പേജിൽ ഇത് വിശദമായി പറയുകയും ചെയ്തു. ഏതായാലും അസൂയ ഉണ്ടാകാനുള്ള കാരണങ്ങളും അസൂയ ഇല്ലാതെയാക്കാൻ വേണ്ടി നമ്മൾ കൂടുതൽ പരിശ്രമിക്കേണ്ടതുണ്ട്. അസൂയക്ക് നമ്മൾ 14ഓളം ചികിത്സകൾ നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് നാം പ്രത്യേകിച്ച് മനസ്സിലാക്കണം, ഈ ഹസദുമായി ബന്ധപ്പെട്ട 14 ചികിത്സകൾ മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഹസദിന് ഇത്രമാത്രം ചികിത്സകൾ മഹാന്മാർ പറയുകയാണെങ്കിൽ ഹസദിന്റെ എത്രമാത്രം ഗൗരവം, മനസ്സിന്റെ എത്ര വലിയ രോഗമാണെന്ന് നമുക്കതിൽ മനസ്സിലാക്കാം. ലിസാനുൽ അറബ് എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ ഭാഷ വിശദീകരിച്ചുകൊണ്ട് അൽ ഹസദു അൻ തതമന്ന സവാല നിഅമത്തിൽ മഹ്സൂദി ഇലൈക, അതായത് ഹസദ് എന്ന് പറയുന്നത് മഹ്സൂദിന്റെ നിഅമത്തിൽ നീങ്ങിപ്പോകുക, എന്നിട്ട് നിനക്കത് ലഭിക്കുക എന്ന് ആഗ്രഹിക്കലാണ്. ബഹുമാനപ്പെട്ട മുആവിയ ഇബ്നു ഹൈദ എന്നവരത്തൊട്ട് കാണാം ഒരു ഹദീസ് ഷരീഫ്, ഹസദ് ഈമാനെ കേടുവരുത്തും. ഏതുപോലെ? എൽവ തേനിനെ കേടുവരുത്തുന്നത് പോലെ. അതായത് ഒരു ഇലയാണ് ഏൽവ എന്ന് പറയുന്നത്, അതിൻ്റെ വലിയ ഒരു വിഷയമാണ് ഏൽവ എന്ന് പറയുന്നത്. ആ ഏൽവ വലിയ കയ്പുള്ള സാധനമായിരിക്കും. അത് തേനിൽ കൂട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ മാധുര്യത്തരത്തിനെ കേടുവരുത്തുന്ന, അതേപോലെ ഹസദ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഈമാനെ കേടുവരുത്തുമെന്ന് മുസ്നദുൽ ഫിർദൗസിലൊക്കെ കാണാം. മാത്രമല്ല ഹസദിന്റെ ഒരുപാട് നാശങ്ങൾ മഹാന്മാരൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ചുരുക്കുകയാണ്, ഹസദിനിക്ക് മഹാന്മാർ പഠിപ്പിച്ച 14ഓളം വരുന്ന ചികിത്സകൾ. ആദ്യത്തെ ചികിത്സ തൗബ ചെയ്യുക. തൗബ ചെയ്യുക. നാം എപ്പോഴും തൗബ ചെയ്തുകൊണ്ടിരിക്കണം. എല്ലാ ദോഷങ്ങളെ തൊട്ടും തൗബ ചെയ്യണം. നമ്മുടെ ലാഹിരിയായ തെറ്റുകളെ തൊട്ടും ബാത്തുനിയായ തെറ്റുകളെ തൊട്ടൊക്കെ നമ്മൾ തൗബ ചെയ്തുകൊണ്ടിരിക്കണം. അതോടുകൂടെ ഹസദിനെ തൊട്ടും പ്രത്യേകിച്ചും തൗബ ചെയ്യണം. പടച്ച റബ്ബേ, ഞാൻ നിന്റെ അടുക്കൽ ഇന്നാലിന്ന ആളോട് ഞാൻ അസൂയ വെച്ചിട്ടുണ്ട്, ആ അസൂയ വെച്ചതിനും അതുപോലെ എൻ്റെ എല്ലാ ദോഷങ്ങളും നീ മാഫാക്കണേ. ഞാൻ ആരോടെല്ലാം പലരോടും ഞാൻ അസൂയ വെക്കുന്നുണ്ട്, എല്ലാം ഹസദിനെ തൊട്ട് അള്ളാഹുവേ നീ കാക്കണേ. ഹസദ് തൊട്ട് ഞാൻ തൗബ ചെയ്യുന്നു എന്ന് അള്ളാഹുവിനോട് എപ്പോഴും തൗബ ചെയ്തുകൊണ്ടിരിക്കണം. അതോടുകൂടെ പ്രാർത്ഥിക്കണം, അള്ളാഹുവേ നിന്റെ പൊരുത്തത്തിന് വേണ്ടി ഹസദിനെ തൊട്ട് വിട്ടുനിൽക്കാൻ എനിക്ക് തൗഫീഖ് നൽകണമേ. ഈ ഒരു രോഗം എന്നിൽ നിന്ന് ഇല്ലാതെ ആക്കണേ, എനിക്ക് ഹസദിനത്ത് രക്ഷപ്പെടുന്ന ഇസ്തിഖാമത്ത് നൽകണേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. അതുപോലെ അള്ളാഹുവിന്റെ തൃപ്തിയിൽ നാം തൃപ്തിപ്പെടണം. റബ്ബിന്റെ പൊരുത്തം എന്ത്? അതിലാണ് റബ്ബ് ഇഷ്ടപ്പെടുന്നതിൽ നാം ഇഷ്ടപ്പെടണം. കാരണം റബ്ബ് സുബ്ഹാനഹു തആല ആ സഹോദരനിക്ക് നിഅമത്ത് കൊടുത്ത്, അത് അള്ളാഹുവിന്റെ തൃപ്തി അങ്ങനെയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല ആർക്കാണോ ഉദ്ദേശിക്കുന്നത് അവൻ നൽകുന്നു. ഏത് സമയത്ത് ഉദ്ദേശിക്കുന്നു നൽകുന്നു, ഏത് സമയത്ത് തിരിച്ചു വാങ്ങണം തിരിച്ചു നൽകുന്നു, തിരിച്ചെടുക്കുന്നു. അപ്പൊ അതുകൊണ്ട് എത്ര നൽകണം, ആർക്ക് നൽകണം എന്ന് റബ്ബിന്റെ തീരുമാനമാണ്. റബ്ബിന്റെ തീരുമാനത്തിൽ നാം പൊരുത്തപ്പെടേണ്ടതുണ്ട്. അതോടുകൂടെ ഹസദിന്റെ നാശങ്ങൾ എന്തെല്ലാമുണ്ട്, മഹാന്മാർ എന്തെല്ലാം പഠിപ്പിച്ചു, അതെല്ലാം നമ്മൾ അത് മനസ്സിലാക്കുകയും എന്നിട്ട് ഹസദിനെ തൊട്ട് എപ്പോഴും കാവൽ തേടേണ്ടതുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് അള്ളാഹുവിന്റെയും അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഗളബ് സമ്പാദിക്കാനുള്ള കാരണമാണ് മറ്റുള്ളവരോട് അസൂയ വെക്കുക എന്ന് പറയുന്നത്. അതോടുകൂടി അസൂയ വെക്കല് നന്മകളൊക്കെ നഷ്ടപ്പെടുത്താനുള്ള കാരണങ്ങളാണ്. ഹസദ് കൊണ്ട് ഗീബത്തും തെറ്റിദ്ധാരണകളും നമീമത്തും ഇങ്ങനെയുള്ള ഒരുപാട് തെറ്റുകളും അത് മുഖേന ഉണ്ടായിത്തീരുന്നു. മാത്രമല്ല ഹസദ് കൊണ്ട് ആത്മീയമായ സമാധാനം നഷ്ടപ്പെടുന്നു എന്നൊക്കെ മഹാന്മാർ പറഞ്ഞു. അതൊക്കെ ചിന്തിക്കുമ്പോൾ, ഹസദിന്റെ നാശങ്ങൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ഇന്ന് ഹസദ് ഇല്ലാതെ പോകും. അതോടുകൂടെ നമുക്കുള്ള മരണത്തെ നമ്മൾ ഓർക്കണം. എനിക്കും അടുത്ത് ഈ ജീവിതം എല്ലാം നഷ്ടപ്പെട്ടു പോകും, എനിക്കും ഈ ദുനിയാവിൽ നിന്ന് വിട പറയേണ്ടതുണ്ട്, എനിക്ക് ഖബറിൽ പോയി കിടക്കേണ്ടതുണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ട് എല്ലാ തെറ്റുകളെ തൊട്ട് വിട്ടുനിൽക്കാനും പ്രത്യേകിച്ചും ഹസദിനെ തൊട്ട് വിട്ടുനിൽക്കാനുള്ള ഒരു കാരണമുണ്ടാകും ഇത്തരത്തിലുള്ള ചിന്തകൾ. അതുപോലെ ഹസദിന്റെ കാരണം ഉണ്ടാകുന്ന നിഅമത്തുകൾ നാം ചിന്തിക്കേണ്ടതുണ്ട്.
നമ്മൾ ഒരാളുടെ അസൂയ വെക്കുമ്പോൾ അയാൾക്ക് ദുനിയവിയായ ഒരുപാട് നിഅമത്തുകൾ ഉള്ളത് കൊണ്ടാണോ അസൂയ വെക്കുന്നത്? എന്നാൽ നാം ചിന്തിക്കണം, ദുനിയവിയായ നിഅമത്തുകളൊക്കെ ആരിദിയാണ്, ഫാനിയാണ്, അത് ബാക്കിയല്ലല്ലോ. ഒരു ആരിദിയായ ഒരു വസ്തുവെ സംബന്ധിച്ച് എന്തിനാണ് നമുക്ക് അസൂയ വെക്കേണ്ടത്? അതേ സ്ഥാനത്ത് ഒരാൾക്ക് ദീനിയായ ശ്രേഷ്ഠത പോരിശ ഉള്ളതിന്റെ പേരിലാണോ നമുക്ക് അസൂയ ഉള്ളത്? അപ്പോഴും ചിന്തിക്കേണ്ടത്, അള്ളാഹു അദ്ദേഹത്തിന് അതിനെ തെരഞ്ഞെടുത്തതല്ലേ, അള്ളാഹു അദ്ദേഹത്തിലേക്ക് നൽകിയതല്ലേ. അള്ളാഹു നൽകുന്നതിൽ അസൂയ വെക്കൽ അത് ബുദ്ധിയുള്ള സ്വഭാവമല്ലല്ലോ എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. അതോടുകൂടെ ജനങ്ങളുടെ നിഅമത്തുകൾ നോക്കാതിരിക്കുക. ജനങ്ങൾക്ക് കുറെ നിഅമത്ത് കിട്ടിയത് അതിനെ നമ്മൾ നോക്കുമ്പോഴാണല്ലോ അസൂയ വരുന്നത്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് നമ്മുടെക്കാളും താഴെ ഉള്ളവരിലേക്ക് നോക്കുക. നമുക്ക് അല്ലാഹു തആല ഇത്രയെല്ലാം നിഅമത്ത് തന്നിട്ടുണ്ട്, 2 കണ്ണുകൾ തന്നു, കണ്ണില്ലാത്ത എത്ര ആളുകളുണ്ട്. ദീനിന്റെ വിഷയത്തിലാണല്ലോ എപ്പോഴും മേലയിലേക്ക് നോക്കേണ്ടത്. ദുനിയാവിന്റെ വിഷയത്തിൽ എപ്പോഴും താഴേക്ക് നോക്കണം. അതാണ് വിജയത്തിന്റെ അടയാളമെന്ന് ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജർ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി അൽ മുനബ്ബിഹാത്തു അലൽ ഇസ്തിഅദാദ് ലിയൗമിൽ മആദ് എന്ന ഗ്രന്ഥത്തിലേക്ക് രേഖപ്പെടുത്തിയതുപോലെ വിജയത്തിന്റെ അടയാളമാണ് ദീനീ വിഷയത്തിൽ മുകളിലേക്ക് നോക്കണം, ദുനിയാവിന്റെ വിഷയത്തിൽ താഴേക്ക് നോക്കണം. നമുക്ക് ഇത്രക്ക് അല്ലാഹു നിഅമത്ത് ചെയ്തിട്ടുണ്ട്, ഈ നിഅമത്തുകളില്ലാത്ത എത്ര പേരുകളുണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ട് ഹസദിന്റെ ആ രോഗം മനസ്സിൽ നിന്ന് ഇല്ലാതെയാക്കാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അതുപോലെ 8ാമത്തത്, ഹസദിനെ രക്ഷപ്പെടുമ്പോഴുള്ള മഹത്വങ്ങൾ എന്തെല്ലാമാണ് അത് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ടിരിക്കണം. ഹസദിനെ തൊട്ട് രക്ഷപ്പെടുമ്പോൾ അള്ളാഹുവിന്റെ പൊരുത്തം ഉണ്ടാകാൻ അത് കാരണമാണ്, സ്വർഗം ലഭിക്കാൻ കാരണമാണ്, അത് സഹായമാണ്. മാത്രമല്ല നാളെ മഹ്ശറാ സഭയിൽ അർശ് കിട്ടാനും കാരണമാണ്. നമ്മുടെ മുമ്പ് ദിറാസയിൽ പറഞ്ഞതുപോലെ 70ഓളം വിഭാഗങ്ങൾ അർശിന്റെ തണലിലുണ്ടാകും. അപ്പൊ ഏതായാലും ഹസദിനെ തൊട്ട് രക്ഷപ്പെടുക എന്ന് പറയുന്നത് അത് അർശിന്റെ തണൽ ലഭിക്കാൻ എന്ന ഒരു പ്രവർത്തനങ്ങളിൽ പെട്ടതാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും അസൂയയെ തൊട്ട് കാവല തേടേണ്ടതുണ്ട്, അസൂയയിൽ നിന്ന് രക്ഷപ്പെടേണ്ടതുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതോടുകൂടെ നമ്മുടെ അയബുകൾ നമ്മൾ എന്തെല്ലാമാണ് നോക്കിക്കൊണ്ട് അത് നന്നാക്കാൻ പരിശ്രമിക്കേണ്ടതുണ്ട്. അൽ അഹ്മഖു മല്ലാ യഅരിഫു അയ്ബഹു, സ്വന്തത്തിന്റെ അയബ് അറിയാത്തവനാണ് ഏറ്റവും വലിയ വിഡ്ഢി എന്ന് മഹാന്മാര് പഠിപ്പിച്ചത് അബൂ നുഐം റഹ്മത്തുള്ളാഹി അലൈഹി ഹിലിയത്തുൽ ഔലിയയിലൊക്കെ രേഖപ്പെടുത്തിയതായി കാണാം. അപ്പൊ അതുകൊണ്ട് നമ്മുടെ നന്മകള്, നമ്മുടെ അയബുകളൊക്കെ നമ്മൾ നോക്കാം. നമ്മുടെ നന്മകൾ കുറവാണ്, നമ്മുടെ അയബുകളാണ് നമുക്ക് കൂടുതലുള്ളത്. അത് നന്നാക്കാൻ നമ്മൾ പരിശ്രമിക്കുമ്പോൾ മറ്റുള്ളവരുടെ അയബുകൾ നോക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരോട് അസൂയ വെക്കാനോ നമുക്ക് സമയമുണ്ടാവുകയില്ല. നമ്മുടെ അയബുകൾ നമ്മൾ ധാരാളം പരിശോധിക്കേണ്ടതുണ്ട്. നമ്മുടെ അയബുകളിൽ തൊട്ട് അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കേണ്ടതുണ്ട്. നമ്മുടെ നിന്ന് അയബുകളൊക്കെ ഇല്ലാതെയാക്കേണ്ടതുണ്ട്. നമ്മുടെ നാവിന്റെ ഫിത്നകളെ തൊട്ടും നാവിന്റെ ആഫത്തുകളെ തൊട്ടും രക്ഷപ്പെടേണ്ടതുണ്ട്. അക്തബിന് സൈഫി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ ചോദിച്ചതുപോലെ ശരീരത്തിൽ എത്ര ന്യൂനതകളുണ്ടാകും? മഹാനവറുകൾ പറഞ്ഞത് എണ്ണിത്തീർക്കാൻ കഴിയില്ല. ഞാൻ എണ്ണിയപ്പോൾ എൻ്റെ ശരീരത്തിൽ 360ഓളം വരുന്ന അയബുകൾ, 8000ഓളം വരുന്ന അയബുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതെല്ലാം രക്ഷപ്പെടാൻ ഒരൊറ്റ കാരണം നാവിനെ സൂക്ഷിക്കുക എന്ന് അക്തബിന് സൈഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് ഹാഷിത്തു ഷർവാനി അലാ തുഹ്ഫത്തുൽ മുഹ്താജ്, അതുപോലെ അദ്കാറുൻ നബവി പോലത്തെ ഗ്രന്ഥങ്ങളിലൊക്കെ പറഞ്ഞത് കാണാം. അപ്പൊ ഏതായാലും നമ്മുടെ അയബുകൾ നോക്കി അത് നന്നാക്കാൻ നാം പരിശ്രമിക്കേണ്ടതുണ്ട്. നമ്മുടെ അയബുകൾ നന്നാക്കാൻ നമ്മൾ അതിന് സമയം ചെലവാക്കുമ്പോൾ മറ്റുള്ളവരുടെ അസൂയ വെക്കാൻ നമുക്ക് അവസരം ലഭിക്കില്ല. അതിന് സമയം പോലും തെറ്റ് ചെയ്യാൻ നമുക്ക് സമയമുണ്ടായില്ല എന്ന് നാം പ്രത്യേകിച്ചും ചിന്തിക്കേണ്ടതുണ്ട്. അതോടുകൂടെ 10ാമത്തെ ചികിത്സ, ഹസദ് നമ്മുടെ മനസ്സിൽ വരുമ്പോൾ അതിനെ ഗിബ്തത്താക്കി മാറ്റണം. അതായത് ഒരാളെ നിഅമത്ത് നമ്മൾ കാണുമ്പോൾ അത് ഇല്ലാതെയായി പോകണം എന്ന് ചിന്തിക്കുന്നതിന് പകരം ആ നിഅമത്ത് കിട്ടിയ ആൾക്ക് ഒന്നും കൂടി ദുആ ചെയ്യണം. അള്ളാഹു അയാളെ നിഅമത്തിൽ കൂടുതൽ ബർക്കത്ത് ചെയ്യട്ടെ, അല്ലെങ്കിൽ മാഷാ അള്ളാഹു എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിലേക്ക് നിഅമത്ത് കൂടി കൊടുക്കാൻ, അയാളുടെ കണ്ണീറുകളെ തൊട്ട് അദ്ദേഹത്തെ രക്ഷപ്പെടാൻ വേണ്ടി അങ്ങനെ അയാൾക്കൊരു ഷർറും സംഭവിക്കരുത് എന്ന് ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഹസദിന്റെ ആ രോഗം ഇല്ലാതെയായി ഗിബ്തത്ത് ലാ ഹസദ ഇല്ലാ ഫിസ്നതൈനി എന്ന് പറഞ്ഞതുപോലെ ഒരാൾക്ക് സമ്പത്ത് ഉണ്ടാകുമ്പോൾ, ഒരാൾക്ക് ഇൽമുണ്ടാകുമ്പോൾ ഹസദ് പറ്റൂല. അതേ സ്ഥാനത്ത് ഹസദ് ഗിബ്തത്തിന്റെ മാനാക്കുള്ള ഹസദ് പറ്റും. അതെങ്ങനെ? നമുക്കും അങ്ങനത്തെ ഇൽമുണ്ടെങ്കിൽ നമ്മളും ഒന്ന് അതിനെ കൊണ്ട് മറ്റുള്ളവർക്ക് നഫ് ചെയ്യുമായിരുന്നു. നമുക്കും അങ്ങനത്തെ സമ്പത്തുണ്ടെങ്കിൽ നമുക്കും ആ സമ്പത്ത് കൊണ്ട് ഒരുപാട് ഖൈറുകൾ നമ്മൾ ചെയ്യുമായിരുന്നു. അദ്ദേഹത്തിന്റെ ഇൽമും സമ്പത്തും നഷ്ടപ്പെടണമെന്ന് ചിന്തിക്കാതെ അദ്ദേഹത്തിലേക്ക് ഇനിയും ഇൽമിലും സമ്പത്തിലും അള്ളാഹു ബർക്കത്ത് നൽകട്ടെ, നമുക്കുണ്ടെങ്കിൽ നമ്മളും അങ്ങനെ ചെയ്യുമായിരുന്നു. ഇങ്ങനെ ചിന്തിക്കുന്നത് അത് അസൂയയല്ല. ഇങ്ങനെ ചിന്ത മാറ്റിക്കൊണ്ട് നമ്മൾ ഹസദിനെ തൊട്ട്
രക്ഷപ്പെടേണ്ടതും ഹസദിനെ ഈ വിധത്തിൽ തബ്ദീലാക്കുകയും ചെയ്യണമെന്നും നമുക്ക് മഹാന്മാർ പഠിപ്പിച്ചു തരികയാണ്. അതോടുകൂടെ നിഫ്രത്തിനെ മഹബത്താക്കി മാറ്റണം, അതിനുള്ള തദ്ബീറുകൾ ചെയ്യണം. നമുക്ക് ഒരാളോട് അസൂയ വരുന്ന എന്താ? അദ്ദേഹത്തോട് നിഫ്രത്തുള്ളത് കൊണ്ടല്ലേ, ദേഷ്യമുള്ളത് കൊണ്ടല്ലേ. ആ നിഫ്രത്തിനെ മാറ്റാണ് അദ്ദേഹത്തിനിക്ക് ഹദിയ തഹാദു തഹാബു, പരസ്പരം ഹദിയ കൊടുക്കുമ്പോൾ സ്നേഹമുണ്ടാകും, പരസ്പരം സലാം പറയുമ്പോൾ സ്നേഹമുണ്ടാകും. അദ്ദേഹത്തിന് രോഗിയായാൽ തഅസിയത്ത് ചെയ്യുമ്പോൾ, അദ്ദേഹത്തിന്റെ എന്തെങ്കിലും വിഷമം വന്നാൽ സമാധാനം ചെയ്യുമ്പോൾ, സമാധാനം കൊടുക്കുമ്പോൾ ആ സമയത്തൊക്കെ സ്വാഭാവികമായിട്ടും പരസ്പരം സ്നേഹം അള്ളാഹുവിന് വേണ്ടി വന്നു പോകും. ആ സമയത്ത് അങ്ങനെ നിഫ്രത്തിനെ മഹബത്തായി തബ്ദീലാക്കുമ്പോൾ അസൂയ എന്ന് പറഞ്ഞ രോഗം ഞങ്ങൾ ഇല്ലാതെയാകുന്നു. അതേപോലെ അവസരം ലഭിച്ചാൽ അദ്ദേഹത്തിനെ സഹായിക്കുകയും അതുപോലെ ജായിസായ അദ്ദേഹത്തിന്റെ മദ്ഹുകൾ പറയുകയും എങ്ങനെയെല്ലാം അദ്ദേഹത്തിനിക്ക് ഫായദ എത്തിക്കാൻ കഴിയും, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളിൽ അസൂയ ഇല്ലാതെ പോകും. അതുപോലെ 12ാമത്തെ ചികിത്സ, ഹസദിന്റെ ചികിത്സ, മറ്റുള്ളവരുടെ സന്തോഷത്തിൽ നമുക്കും സന്തോഷിക്കണം എന്ന ഒരു സ്വഭാവം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം. മറ്റുള്ളവരുടെ ഗുണത്തിൽ നമ്മൾ സന്തോഷിക്കണം, മറ്റുള്ളവർ സന്തോഷിക്കുമ്പോൾ നമ്മളും സന്തോഷിക്കണം, മറ്റുള്ളവരുടെ സന്തോഷത്തിൽ നമുക്ക് കൂറുണ്ടാകണം എന്ന ഒരു സ്വഭാവം നമ്മൾ പഠിച്ചാൽ നമ്മളിൽ നിന്ന് അസൂയ ഇല്ലാതെയായി പോകും. റബ്ബിന്റെ മശീഅത്ത്, അതുപോലെ റബ്ബിന്റെ ഖുദ്റത്ത്, ഇവിടെ എല്ലാവരും ഒരുപോലെയാണെങ്കിൽ, എല്ലാവരും നിഅമത്തുകളിൽ ഒരുപോലെയാണെങ്കിൽ ഇവിടെ ഈ ദുനിയാവിന്റെ കോലം തന്നെ മാറുമായിരുന്നു, ഇവിടുത്തെ നിളാമ് തന്നെ ചേഞ്ചസ് ആകുമായിരുന്നു. അതുകൊണ്ട് ഈ നിഅമത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത് അതും ഒരു ഗ്യാരണ്ടിയും എന്നും ദായിമായി ഉണ്ടാകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് ചിലപ്പോൾ ഇല്ലാതെയാകാനും കാരണമാണ്. അതേ സ്ഥാനത്ത് നമ്മൾ ഹസദിനെ തൊട്ട് രക്ഷപ്പെട്ടുകൊണ്ട് നമ്മുടെ സഹോദരനിക്ക്, നമ്മുടെ സുഹൃത്തിനിക്കോ മറ്റുള്ളവർക്ക് നിഅമത്തിൽ നമ്മൾ സന്തോഷിക്കുമ്പോൾ അത് അദ്ദേഹത്തിനും നമുക്കും നന്മയായിരിക്കും ഉണ്ടാകുക. അതുപോലെ 13ാമത്തെ ചികിത്സ, ആത്മീയമായ ചികിത്സകൾ നടത്തുക. ആത്മീയമായ ഏത് സമയത്തും റബ്ബ് സുബ്ഹാനഹു വ തആലയോട് ഹസദിനെ തൊട്ട് കാവൽ തേടുക, ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക, അതിനുവേണ്ടി ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക. അതോടുകൂടെ ഇബ്ലീസിന്റെ വഞ്ചനയെ തൊട്ട് കാവലിനെ തേടുക. മനസ്സിൽ അസൂയ വരുമ്പോഴേക്ക് പൈശാചിക ഷർറുകൾ തൊട്ട് രക്ഷപ്പെടാൻ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ചെല്ലുക. എന്നിട്ട് ഇടഭാഗത്തേക്ക് തുപ്പുക, 3 പ്രാവശ്യം തുപ്പുക. അതുപോലെ നാം ചെയ്യേണ്ടത് നമ്മുടെ മഹാന്മാരായ മുൻഗാമികൾ എഴുതിയ ഗ്രന്ഥങ്ങൾ, ഇഹ്യാ ഉലൂമുദ്ദീൻ, അതുപോലെ ഗൗസുൽ ആലം റളിയല്ലാഹുവിന്റെ ഗുനിയത്ത്, അതുപോലെ അബൂ ത്വാലിബ് മക്കി റഹിമഹുല്ലാഹിന്റെ ഖൂത്തുൽ ഖുലൂബ്, അതുപോലെയുള്ള ഗ്രന്ഥങ്ങൾ, അൽ ഹദീഖത്തുൻ നദിയ, മിഫ്താഹുൽ ഫലാഹ് തുടങ്ങിയ ഗ്രന്ഥങ്ങളിൽ അസൂയയുമായി ബന്ധപ്പെട്ട മുകാശഫത്തുൽ ഖുലൂബിൽ ഹസദിനുമായി ബന്ധപ്പെട്ട ബാബും അതുപോലെ തുടക്കത്തിൽ ഹസദുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും എല്ലാം, അങ്ങനെ ഹസദുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കി, അല്ലെങ്കിൽ മുതാല ചെയ്ത്, അല്ലെങ്കിൽ അറിയുന്നവരോട് ചോദിച്ച് ധാരാളം പഠിച്ച് അസൂയ എന്ന് പറയുന്ന രോഗം, ഹസദ് എന്ന രോഗത്തെ തൊട്ട് നമ്മളെ മനസ്സുകളൊക്കെ നിയന്ത്രിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ എല്ലാ ദോഷങ്ങളും അള്ളാഹു മാഫാക്കി തരട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, മശായിഖുമാർ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, സുന്നത്ത് ജമാഅത്തിന്റെ എല്ലാ ആലിമീങ്ങൾ, ഖാദിമീങ്ങൾ, ഏവർക്കും അള്ളാഹു തആല എല്ലാ നിലക്കുള്ള മഗ്ഫിറത്തും ഖൈറും ലുത്ഫും ആഫിയത്തും സലാമത്തും ഇസ്തിഖാമത്തും സഅദത്തുദ്ദാറിൻ നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഉസ്താദുമാർ, മശായിഖുകൾ എല്ലാവർക്കും അള്ളാഹു തആല അവരുടെ ഇൽമ്, അമല്, ഉംറലൊക്കെ ധാരാളം ഖൈറും ബർക്കത്ത് നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയവർക്കൊക്കെ അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും റഫ്ഉ ദർജാത്ത് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഉസ്താദുമാർ, സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാഇനിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത ധാരാളം ഉലൂമ്, ധാരാളം നാഫിയായ ഉലൂമ്, അവകളിൽ നിന്ന് അല്പം അള്ളാഹു തആല നമുക്കും നാഫിയായ ഉലൂമ് നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മുതഅല്ലിമീങ്ങൾക്കും നമ്മളോട് ബന്ധമുള്ള ആളുകൾക്കും എല്ലാ സർവ്വ ദുആ വസിയത്ത് ചെയ്തവർക്കുമൊക്കെ നാഫിയ ഉലൂമ് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമ്മുടെയും സർവ്വ മുഅ്മിനീങ്ങളുടെയും എല്ലാ വിഷമങ്ങളും, പ്രയാസങ്ങളും, ബുദ്ധിമുട്ടുകൾ, രോഗങ്ങൾ അള്ളാഹു ദൂരീകരിച്ച് ഇരുവീട്ടിലും സന്തോഷങ്ങൾ നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദുആ വസിയത്തോടുകൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.